നിർത്ത്. ഞാനൊന്ന് പറയട്ടെ. അതേടാ, നീ ഒരു ക്രിമിനൽ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാനൊരു ക്രിമിനൽ. ഇനി നിന്റെ വിസിറ്റിംഗ് കാർഡിലെ ക്രിമിനൽ എന്ന് മതി. ഞാനൊരു ക്രിമിനൽ വക്കീലാണ്. നോക്ക്, എന്റെ വിസിറ്റിംഗ് കാർഡ്. അഡ്വക്കേറ്റ് ശ്രീകേഷ് കുമാർ, BA LLB. LLB എന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ പിടിപ്പിക്കാനുള്ള ലൈസൻസ് ആണോടാ? മാതൃക പോലീസ് സ്റ്റേഷൻ മാതൃക. അയ്യോ, ഇവിടെ എന്നെ കയറ്റരുത്. ഇവിടെ ഇരിക്കുന്നത് എന്റെ അളിയനാണ്. ഡിവൈഎസ്പി സാറില്ലേ, എന്താ ഇവന്മാരെ പോലുള്ള പൂവാലന്മാരെ കാരണം നമ്മളെ പോലുള്ള മാന്യന്മാർക്ക് റോഡിലിറങ്ങി നടക്കാൻ പറ്റില്ലെന്ന് വെച്ചാ? പരസ്യമായി പട്ടാപ്പകൽ സ്ത്രീപീഡനം സാറേ. ഇവൻ അങ്ങനെ വിടാൻ പാടില്ല. സ്ത്രീകൾക്ക് സ്വൈരമായി യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാ? ഓഹോ, സ്ത്രീപീഡനമാണല്ലേ സാറേ? അതും സ്ത്രീകളെ ദൈവത്തെ പോലെ കാണുന്ന നമ്മുടെ ഗൗരവ് സാറിന്റെ സ്റ്റേഷൻ പ്രതി വെച്ച് ഞാനൊന്ന് ക്ലച്ചാണ് ഇന്ന് സാറ്. താനായിരുന്നു നോക്കിയിട്ട് കയറി വരണ്ടേ? സോറി സാർ, പുറത്തൊരു സ്ത്രീപീഡന കേസിലെ പ്രതിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ പോലീസുകാർ പ്രതിയെ പിടിക്കാനോ? അല്ല സാർ, നാട്ടുകാർ പിടിച്ചോണ്ട് വന്നതാ. അങ്ങനെ പറയുള്ളൂ. ഈ നാട്ടുകാർക്ക് എന്തിന്റെ കേടാ? എടോ, പിടിച്ചാ പിന്നെ കോടതിയിൽ ഹാജരാക്കണം, എഴുത്തായി തെളിവെടുപ്പായി, കൊല്ലനെ കാണണം, എസ് ആകൃതിയിലും എക്സ് ആകൃതിയിലും കത്തിയുണ്ടാക്കണം. ഇതൊക്കെ ചെയ്താലും പോലീസ് പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നേ പത്രക്കാര് പറയൂ. എന്തിനാടോ വെറുതെ ഈ പുലിവാല് പിടിക്കുന്നത്? അവനെ അങ്ങ് പറഞ്ഞു വിട്ടേ. സാർ, പുറത്ത് വലിയ ജനക്കൂട്ടമുണ്ട്. അവനെ ലോക്കപ്പിലാക്കിയില്ലെങ്കിൽ അവർ സ്റ്റേഷനിൽ എത്തിക്കും. ഓ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ പണി പോവല്ലോ. ആ, താ വാ. ഇവനാ സാർ. ഇതാ സാർ പീഡനവീരൻ. അറസ്റ്റ് ചെയ്യണം സാർ. അളിയൻ എന്നോട് ക്ഷമിക്കണം. ഇവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അളിയനാ? ആരാണ് നിന്റെ അളിയൻ? കേട്ടില്ല സാറേ അവന്റെ ധിക്കാരം. സാറിന്റെ മുഖത്ത് നോക്കി അളിയാന്ന് വിളിച്ച കേട്ടില്ല. ആ പരാതിക്കാരിയും കൂടെ ഇറക്കടാ. കൊണ്ടുവാ ഇങ്ങോട്ട്. എന്താ മോളെ കാര്യം പറ. സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാ. ചേട്ടനോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ അവിടെ നിന്നാ ശരിയാവില്ല എന്ന്. വിളിച്ചു പറയാളിയാ, ഇവളെന്റെ ഭാര്യയാണെന്ന്. ഇവളും ഞാനുമായിട്ട് ചെറിയൊരു സൗന്ദര്യ പിണക്കം. അത് കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ ഇവളുടെ പിറകെ പോയപ്പോഴല്ലേ ഈ തെണ്ടികളെല്ലാം കൂടി എന്നെ പിടിച്ചു വലിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഈ നിൽക്കുന്നത് DOSP. ഈ DOSPയുടെ സ്വന്തം സഹോദരിയാണ് ഈ നിൽക്കുന്നത്. ഈ സഹോദരി എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ, ഇതെന്റെ അളിയൻ. എല്ലാവർക്കും സമാധാനമായല്ലോ? എല്ലാരും പിരിഞ്ഞു പറയുന്നത് ശരിയാണോ സാർ? അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്നാ പിന്നെ നിനക്കത് നേരത്തെ പറഞ്ഞൂടെ? ഞാൻ നേരത്തെ പറയാം. നീയൊക്കെ എനിക്കൊരു ഗ്യാപ്പ് തരണ്ടേ? എല്ലാരും കൂടെ എന്നെ ഇടിച്ചോണ്ടിരിക്കല്ലേ. എല്ലാരും പിരിഞ്ഞു പോണം. അളിയ, ഇവൾക്ക് നല്ല ഉപദേശത്തിന്റെ കുറവുണ്ട്. ഒന്ന് ഉപദേശിക്കളയാ. ഒന്ന് സമാധാനപ്പെടളിയാ. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? നീ പന്നി നിന്റെ പുറകിൽ നടന്ന് കയ്യും കാലും കാണിച്ചപ്പോ കെട്ടിച്ചു തന്നില്ലെങ്കിൽ തൂങ്ങിച്ചാവും നീ പറഞ്ഞില്ലേ? എന്റെ ഭാര്യ മാളവിക തടസ്സം പറഞ്ഞപ്പോ നീ അത് ചെവിക്കൊണ്ടില്ല. നീ അനുഭവിക്കും. ചേട്ടൻ എന്നോട് പൊറുക്കണം. കൂടെ കിടക്കുമ്പോഴല്ലേ രാപ്പനി ഉണ്ടെന്നറിയൂ. അത് ശരി. അപ്പൊ എനിക്ക് രാപ്പനി ഉണ്ടെന്നാണ് നിന്റെ കംപ്ലൈന്റ്. എന്റെ പൊന്നളിയ, ഇതുവരെ എന്റെ കൂടെ കിടന്നിട്ടുള്ള ഒരു ഒരാണുങ്ങളും പറഞ്ഞിട്ടില്ല എനിക്ക് രാപ്പനി ഉണ്ടെന്ന്. കുടുംബപരാണോ ഒക്കെ നമുക്ക് വീട്ടിൽ വെക്കാം പ്രഭാകര. മോളെ നമ്മളെ ജീപ്പില് അങ്ങ് വീട്ടിലേക്ക് ആക്ക്. മോള് പോ ചെല്ല്. അത് ശരി. പെങ്ങളെ ഉപദേശിക്കാൻ പറഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞേക്കുകയാണല്ലേ? എന്റെ പൊന്നളിയ, എന്നെ നിങ്ങൾക്കറിയാലോ. ഞാനൊരു ക്രിമിനൽ ലോയറാണ്. ഞാൻ വിചാരിച്ചാൽ ഈ തൊപ്പി വരെ തെറിപ്പിക്കാൻ അറിയാം. തെറിപ്പിച്ചിട്ട് പോയാ മതി. അല്ല, അവള് വീട്ടിൽ